പെരിയസ്വാമി 85 വയസ്സോളം എത്തിയിരിക്കുന്ന അദ്ദേഹം 63 വർഷങ്ങളായി ഒരു 5 വ്യാഴവട്ടക്കാലമായി അദ്ദേഹമാണ് ഒരു വ്രതനിഷ്ഠ പോലെ ഭഗവാന്റെ ഈ പേടകങ്ങൾ വഹിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ശിരസിൽ നിന്ന് മേൽശാന്തിയും തന്ത്രിയും ഈ പേടകങ്ങൾ ശ്രീലകത്തേക്ക് നേരിട്ട് ഏറ്റുവാങ്ങുകയാണ്. ഒരു വലിയ പുണ്യം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ശ്രീലകത്തിനകത്തേക്ക് കടത്തി വരുമ്പോൾ അതിൻ്റെ സോപാനപ്പടിയിലേക്ക് കടന്നു കയറാൻ പോലും അദ്ദേഹത്തിന് അർഹതയുണ്ട്. കണ്ഠരര് രാജീവരും മേൽശാന്തി വാസുദേവൻ തിരുമേനിയും ചേർന്ന് ഇത് ഏറ്റുവാങ്ങി ഭഗവാനെ ചാർത്താനുള്ള പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവിടുന്ന 3 ദിനരാത്രങ്ങൾ പിന്നിട്ടിട്ട തിരുവാഭരണ യാത്രയുടെ ഒരു സമാപനം കൂടിയാണ്. തിരുവാഭരണ യാത്രയുടെ ഒരു സായുജ്യം കൂടിയാണ്. അങ്ങനെ തിരുനടയിലേക്ക് ഇത് സമർപ്പിച്ചു കഴിയുമ്പോൾ ശ്രീലകത്തിൻ്റെ സുവർണ വാതിലുകൾ അടച്ചു കഴിഞ്ഞാൽ ഇനി ദീപാരാധന നടക്കുന്നത് ഈ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയുള്ള രൂപമാണ്. ഇന്ദ്രനീല കല്ല് പതിച്ച കിരീടത്തോടുകൂടിയ തിരുമുഖവും ശരപ്പൊളിമാലയും വില്വതളമാലയും ഇരിക്കിൻ പൂമാലയും ഒക്കെ അണിഞ്ഞ് തൻ്റെ രൂപത്തിന് ഇരുവശത്തുമായി സ്വർണ്ണ ആയുധങ്ങൾ വാളും കഠാരയുമൊക്കെ ചാർത്തി അതിന് തൊട്ടടുത്ത് തന്നെ ആനയും പുലിയും കുതിരയുമൊക്കെ ഈ കാണുന്ന പെരിയസ്വാമിയാണ് കുളത്തിനാൽ ഗംഗാധരൻ പിള്ള എന്ന് പറഞ്ഞ വന്യവയോധികനായ ഗുരുസ്വാമി. അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ശങ്കർദാസും സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രിയുമൊക്കെയാണ്. അങ്ങനെ സായുജ്യത്തിൻ്റെ ഒരു പൂർത്തീകരണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിഷ്ഠകളുടെ ഒരു പൂർത്തീകരണം. തീർച്ചയായും ഒരു ശതാഭിഷിക്തനായ ഒരു സ്വാമി, ഒരു പെരിയസ്വാമി 63 വർഷം എന്ന് പറഞ്ഞത് ഒരു പുരുഷായുസിന് തുല്യം തന്നെയാണ്. അത്രയും കാലം ഭഗവാന്റെ തിരുവാഭരണ പേടകം വഹിക്കുവാൻ കഴിയുന്ന ആ പുണ്യം തന്നെ ആ ജന്മത്തിന് സാർത്ഥകമായി മാറും. അങ്ങനെയുള്ള കുളത്തിനാൽ ഗംഗാധരൻ പിള്ള എന്ന പന്തളത്തുകാരനായ ഈ സ്വാമിയാണ് കൊട്ടാരത്തിൽ നിന്നും ഈ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അവിടുത്തെ രാജപ്രതിനിധി മൂലം തിരുനാൾ രാഘവവർമ്മയോടൊപ്പം ഇത് പ്രാധാന്യം തന്നെ ആ നാട് അദ്ദേഹത്തിന് കൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ തിരുവാഭരണം ചാർത്തുന്ന സമയമാണ്. തിരുവാഭരണം ചാർത്തുമ്പോൾ അങ്ങ് അകലെ പൊന്നമ്പലമേട് ചെറിയ ഇരുള് പകർന്ന് തുടങ്ങിയിട്ടുണ്ട്. സായാഹ്നത്തിൻ്റെ സൂര്യ അസ്തമയത്തിൻ്റെ ഒരു ലക്ഷണം അവിടെ വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കാണുന്നത് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കണ്ടാൽ ഉടൻ എല്ലാ മുഖവും എല്ലാ പ്രതീക്ഷകളും എല്ലാ മനസ്സും തിരിയുന്നത് ഈ പൊന്നമ്പലമേടിൻ്റെ ഉച്ചസ്ഥായിയിലേക്കാണ്. പിന്നെ അവിടെ കാണാൻ കഴിയുന്നത് മകരനക്ഷത്രം തെളിയുന്നത് കാണാൻ കഴിയും. ഇന്ന് സായന്തനത്തോടു കൂടി തന്നെ ചന്ദ്രൻ ഉദിക്കുന്നപ്പോൾ തന്നെ മകരനക്ഷത്രത്തിൻ്റെ ഒരു അത്ഭുത കാഴ്ച കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ശബരിഗിരീശൻ ശ്രീധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചതിൻ്റെ ഒരു ആഘോഷമെന്നുള്ള നിലയിൽ മുൻകാലങ്ങളിൽ ദേവകൾ ഇതിന് 33 കോടി ദേവതകൾ ഇവിടെ ദീപക്കാഴ്ച നടത്തി എന്ന് സങ്കല്പിച്ചു പോരുന്നെങ്കിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വനവാസികളായ താപസന്മാരും വേടന്മാരും അതുപോലെ തന്നെ വനത്തിൽ താമസിച്ചു വന്നിരുന്ന മലയറയന്മാരും ഈ ആഘോഷ ദിനത്തെ കാത്തിരുന്ന് ഈ മകരസംക്രമത്തിലേക്ക് ധനുമാസം അവസാനിച്ച് മകരസംക്രമം തുടങ്ങുന്ന വേളയിലെ സന്ധ്യയിൽ ഇതുപോലെ ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ ഈ ശബരിഗിരീശൻ്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ദർശനം സന്നിധാനത്ത് കണ്ട് ഭക്തലക്ഷ്യങ്ങൾ സായുജ്യമടയുമ്പോൾ അവിടെയും ഒരു ദീപക്കാഴ്ച ഒരുക്കും. ദീപങ്ങളെല്ലാം തന്നെ തെളിക്കുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ദീപങ്ങൾ തെളിക്കുന്നത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ദീപങ്ങൾ തെളിക്കുമ്പോൾ തമസിൽ നിന്ന് ജ്യോതിർഗമയ എന്നുള്ള ഒരു ഇരുട്ടിനെ അകറ്റിക്കൊണ്ടുള്ള വെട്ടത്തിലേക്കുള്ള ഒരു പരിക്രമണമാണ്. ഇപ്പോൾ നടയുടെ മുൻപിൽ തിരക്ക് കൂട്ടി നിൽക്കുന്നത് വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെയാണ്. ഏതായാലും ദീപാരാധന തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ എല്ലാ സർവാഭരണങ്ങളും ചാർത്തി ആടുകളും ചാർത്തിയും അയ്യപ്പനെ ഇനി ദർശിക്കാൻ കഴിയും. അല്പസമയത്തിനകം ഈ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർക്ക് അങ്ങനെയുള്ള അയ്യപ്പനെ ആയിരിക്കും ദർശിക്കാൻ കഴിയുക. ആ സമയത്ത് തന്നെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പുണ്യദർശനം തുടരുന്നു. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ശബരിമല സന്നിധാനത്തും സമീപ പ്രദേശങ്ങളിലും ജ്യോതി ദർശനം സാധ്യമാകുന്ന എല്ലാ ഇടങ്ങളും അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ഏതാണ്ട് ഇരുൾ വീണ് തുടങ്ങുന്നു ശബരിമലയിലേക്ക്. എല്ലാവർക്കും അയ്യപ്പ ജ്യോതി ദൃശ്യമാകുന്ന വിധത്തിൽ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുമാണ്. സന്നിധാനത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപാരാധനയുടെ സമയമാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഘോഷയാത്രയും
സന്നിധാനത്തേക്ക് എത്തുകയാണ്. ശ്രീ ഹരികുമാർ കൂടി നമ്മളോട് ഒപ്പം തുടരുന്നുണ്ട്. ശ്രീ ഹരികുമാർ, നേരത്തെ നമ്മൾ 18ാം പടി വൃത്തിയാക്കുന്നതിൻ്റെ ശുചീകരണം, ശുദ്ധിക്രിയകളെല്ലാം തന്നെ നമ്മൾ കണ്ടു. അതോടൊപ്പം 18 മലകൾ, ആ മലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 18 പടികളുടെ പ്രാധാന്യം അതെന്താണ്? നിശ്ചയമായും ഈ 18 പടികൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പൊന്ന് 18ാം പടി എന്ന വിശേഷണം തന്നെയാണ് നൽകാറുള്ളത്. 18 മലകളുടെ മടിത്തട്ടിൽ ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 1150ഓളം അടി അല്ലെങ്കിൽ മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സങ്കേതത്തിൽ പലതുകൊണ്ടും പ്രത്യേകത അർഹിക്കുന്ന നിഷ്ഠകളും രീതികളും ഒരു തരത്തിൽ സമുച്ചയങ്ങളും വാസ്തു രീതികളുമാണ് ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത്. പുണ്യമായ 18ാം പടിക്ക് ധാരാളം സംജ്ഞകളാണ്. 18 മലകളുടെ പ്രതീകമായി 18 പടികളെന്ന് ഒരു സങ്കല്പം. അതല്ല, 18 പുരാണങ്ങളെ പ്രതീകമാക്കിക്കൊണ്ടാണ് 18 പടി സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 4 ജാതികൾ, ചതുർ ഉപായങ്ങൾ, ഇവയുടെ പ്രതീകമായി 18 പടികളെ പറയുന്നവരുണ്ട്. അഷ്ടരാഗങ്ങളായി 8 പടികൾ, പഞ്ചേന്ദ്രിയങ്ങളായി 5 പടികൾ, ത്രിഗുണങ്ങളായി തൊട്ടടുത്ത 3 പടികൾ, അങ്ങനെ മൊത്തം 18 എന്ന് പറയുന്നു. അവസാനത്തെ പടികളിൽ വിദ്യയും അവിദ്യയും എന്ന് പണ്ഡിതമതം പറയുന്നു. അതൊന്നുമല്ല, മഹാഭാരത യുദ്ധം 18 ദിവസമായിരുന്നില്ലേ? ആ പ്രാധാന്യമാണ് 18 പടികളുടെ നിർമ്മിതിയിൽ അവലംബിച്ചത് എന്ന് മറ്റൊരു നിഗമനം. അതൊന്നുമല്ല, സാധാരണ രീതിയിൽ പറഞ്ഞ 18 അടവുകളിലെ നമ്മുടെ യോദ്ധാമുറകളിൽ ആ 18 അടവുകളാണ് എന്ന് പറയുന്നു. അങ്ങനെ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള കരിങ്കല്ലിൽ നിർമ്മിച്ചിരുന്ന 18 പടികൾ, ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരുന്ന ആ 18 പടികൾ കാലക്രമേണ ആളുകൾ നടന്നു കയറിയും തേങ്ങ ഉടച്ചും മറ്റും ക്ഷയം സംഭവിച്ചപ്പോൾ അത് പഞ്ചലോഹം കൊണ്ട് കുതിയുകയുണ്ടായി. വീണ്ടും പുനർനിർമ്മിച്ച് സ്വർണ്ണ തളികകൾ, സ്വർണ്ണ തകിടുകൾ പാകി ഇപ്പോൾ ഈ അടുത്ത കാലത്തായി അതിൽ തേങ്ങ നാളികേരം ഉടയ്ക്കാൻ സമ്മതിക്കാറില്ല. വളരെ ഭവ്യമായി, വളരെ പുണ്യമായി സൂക്ഷിക്കുന്നു. അതിൽ കൂടി ഇരുമുടി ഇല്ലാതെ ആരെയും കടത്തി വിടുകയില്ല. തന്ത്രിക്കും മേൽശാന്തിക്ക് പോലും കടന്നു വരാൻ തന്ത്രിക്ക് മാത്രമാണ് അവകാശമുള്ളത്. അതുപോലെ തന്നെ പന്തളം രാജാവിന് അതിൽ കൂടി ഇരുമുടി ഇല്ലാതെ കടന്നു കയറാം, മുകളിലേക്ക് ഭഗവത് ദർശനത്തിനായി എത്താം. അങ്ങനെ പലതുകൊണ്ടും നിഷ്കർഷയുള്ള ആചാരബദ്ധമായ ഒരു ക്ഷേത്ര സങ്കല്പത്തോടൊപ്പം തന്നെ ഭഗവാനോടൊപ്പം തന്നെ പ്രാധാന്യം നൽകുന്ന പടികളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മേഖലയായിട്ടാണ് 18ാം പടിയെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന പൂജകൾ, പടിപൂജകൾ എന്ന പേരിൽ വളരെ ചെലവേറിയ പൂജകൾ ഇപ്പോൾ നടക്കുന്നു. 2035 വരെയുള്ള വഴിപാട് ചീട്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രസക്തിയെപ്പറ്റി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്, ശരംകുത്തിയിലേക്ക് എത്തുകയാണ്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയുമെല്ലാം തന്നെ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. സന്നിധാനത്തു നിന്നുമുള്ള വിവരങ്ങളുമായി ജോയ് നായർ നമ്മളോടൊപ്പം ചേരുകയാണ്. ജോയ്, ശരംകുത്തിയിലെത്തിയോ ഘോഷയാത്ര? എന്താണ് വിവരങ്ങൾ? നടപ്പന്തലിലേക്ക് എത്തുന്നു. ജോയ്, കേൾക്കാമോ? നടപ്പന്തലിലേക്ക് എത്തുകയാണ് ഘോഷയാത്ര. ജോയ്, തുടരാം. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നടപ്പന്തലിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര 18ാം പടി കടന്ന് സോപാനത്തിലേക്ക് എത്തും. അതിന് ഉള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. പ്രത്യേകിച്ചും നമുക്കിവിടെ കാണാൻ കഴിയുന്ന, ഇവിടെ എത്തിയിരിക്കുന്ന അവരുടെ കണ്ണുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കണ്ണുകൾ പോകുന്നത് 2 ഇടങ്ങളിലേക്കാണ്. ഒന്ന് 18ാം പടിയിലേക്കും മറ്റൊന്ന് പൊന്നമ്പലമേട്ടിലേക്കും. കാരണം തിരുവാഭരണ ഘോഷയാത്ര വന്നു കയറുന്നത് 18ാം പടിയിലാണ്. ആ പടി കടന്ന് തിരുവാഭരണവും കൊണ്ടുള്ള ആ പേടകം കടന്ന് ആ പേടകം മന്ത്രി ഏറ്റുവാങ്ങി തന്ത്രിക്കും മേൽശാന്തിക്കും കൈമാറി പിന്നീട് ദീപാരാധന നടക്കുന്നു. ദീപാരാധന നടക്കുന്ന വേളയിലാണ് പൊന്നമ്പല മേട്ടിൽ മകര വിളക്കും തൊട്ട് ആ സമയത്ത് തന്നെ മകരജ്യോതിയും തെളിയുന്നത്. എന്തായാലും ആ അപൂർവ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട മാത്രമേ ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയൂ. ആ ദൃശ്യങ്ങൾ കാണുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന, ഇപ്പോൾ ടെലിവിഷനിലും മറ്റുമായി ലക്ഷങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ 2.5 ലക്ഷത്തോളം ആൾക്കാർ ഈ പൊന്നമ്പല മേട്ടിൽ തെളിയുന്ന മകര
വിളക്കും മകരജ്യോതിയും എല്ലാം കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സുരേഷ്, ഞാനിപ്പോൾ ഉള്ളത് സോപാനത്തിനടുത്താണ്. അവിടെ ഈ ഫ്ലൈ ഓവറിൽ ഫ്ലൈ ഓവറിന് ചുറ്റുമെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങളെ കാണാൻ, ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം വളരെ ആകാംക്ഷയോടെ, അവരുടെ കണ്ണുകളെല്ലാം പൊന്നമ്പലമേട്ടിലേക്കും അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയിലേക്കുമാണ്. അത്തരം ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയുള്ള വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വളരെ ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം അത് തന്നെയാണ്. ശരണം വിളികളാൽ മുഖരിതമാണ് ഇവിടെ ഈ സന്നിധാനം, ഈ പരിസരവുമെല്ലാം. അത്രയ്ക്ക് വളരെ ഭക്തിയോടുകൂടി, മനസ്സിൽ ഭക്തി ആവാഹിച്ചുകൊണ്ട് ആ ഭക്തിയോടെ തൊഴുകൈകളോടെ നിൽക്കുന്ന തീർത്ഥാടകരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പേടകം, തിരുവാഭരണം വഹിച്ചുള്ള പേടകം 18 പടികളും കടന്ന് വരും. എന്തായാലും നേരത്തെ നമ്മുടെ അതിഥി ചൂണ്ടിക്കാട്ടിയതുപോലെ ആ പേടകം കടന്നു വരുന്നതിന് വേണ്ടി വളരെയധികം നല്ലതുപോലെ ശുദ്ധി ചെയ്ത് അവിടെ കഴുകി വൃത്തിയാക്കി എല്ലാം നന്നായി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആ പേടകം വളരെ ശുദ്ധിയോടുകൂടി തന്നെ ഭഗവാന് മുന്നിലേക്ക്, അയ്യപ്പന് മുന്നിലേക്ക് കൊണ്ടെത്തിക്കണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഉള്ളത്. ഇവിടെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ, വളരെ നിശബ്ദമായി നിൽക്കുന്ന കാഴ്ചയുണ്ട്. ചിലർ ശരണം വിളിക്കുന്ന കാഴ്ചകളുണ്ട്. എന്തായാലും തിരുവാഭരണം ഘോഷയാത്ര ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ 18-ാം പടിയുടെ അടുത്തേക്കെത്തും. അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ്. തിരുവാഭരണം എത്തിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരെല്ലാം തയ്യാറായി നിൽക്കുന്നു. ഹൈക്കോടതി നിന്ന് നിയോഗിച്ച മേൽനോട്ട സമിതി അടക്കമുള്ള പ്രധാനപ്പെട്ട നിരീക്ഷകരെല്ലാം വളരെ സന്നിധാനത്ത് തന്നെ കൊടിമരത്തിന് ചുറ്റുമുണ്ട്. ഇവിടെ പ്രത്യേക പാസ് അനുവദിച്ച് ആണ് നിരവധി പേരെ ഈ സോപാനത്തിലും തിരുമുറ്റത്തും എല്ലാം കടത്തിവിട്ടിട്ടുള്ളത്. അങ്ങനെ അവരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. എന്തായാലും ക്ഷേത്രത്തിന് ഉള്ളിൽ തന്ത്രിയും മേൽശാന്തിയും എല്ലാം അത്തരം ഈ പേടകം ഏറ്റുവാങ്ങി, തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പന് ചാർത്താനും വേണ്ടി കാത്തു നിൽക്കുന്നു. അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും നമുക്ക് എടുത്തു പറയാനുള്ളത്. വളരെ ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം. പ്രത്യേകിച്ചും ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. ആ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ എത്തുക, ആ തിരുവാഭരണം ഏറ്റുവാങ്ങിയ ശേഷം അത് അയ്യപ്പന് ചാർത്തി ദീപാരാധന നടത്തുക. ദീപാരാധനയ്ക്കൊപ്പം പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയും, മകര ജ്യോതി തെളിയും. അതിനെ നിറകൈകളോടെ തൊഴുക. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. ശ്രീകോവിലിന് മുന്നിലാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകരും ഭക്തജനങ്ങളും ഭഗവാനെ ഇപ്പോൾ തൊഴുകുന്നു. അങ്ങനെ ഇവിടെയുള്ള ഒരു അന്തരീക്ഷം വളരെ ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. പക്ഷേ എവരുടെയും മനസ്സിൽ ഒന്നേ ഉള്ളൂ, മകരജ്യോതി ദർശനം, മകര നക്ഷത്രത്തെ, ആകാശത്ത് തെളിയുന്ന നക്ഷത്രം കാണുക. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ജോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് എത്താൻ പോകുകയാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾ. അതോടൊപ്പം തന്നെ കർപ്പൂരാഴിയും നമുക്ക് ജഡമായി മാറുന്ന ശരീരത്തിന്റെ ഭാഗമായി ചിരട്ട, പുറന്തോടും ഒക്കെ സങ്കല്പിച്ചു വെച്ചാണ് ഈ ആഴിയിലേക്ക് നെയ്യ് ഭഗവാന് നിവേദിച്ച ശേഷം അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത ശേഷം പിന്നെ ഒരു നിശ്ചലമായി നിൽക്കുന്ന, ചേതനയില്ലാത്തതായി സങ്കല്പിക്കപ്പെടുന്ന നാളികേരത്തിൻ്റെ പുറം ചട്ട അല്ലെങ്കിൽ തേങ്ങാപ്പൂള്, തേങ്ങാ ചിരട്ടയടക്കം കൊണ്ടുവന്ന് കർപ്പൂരാഴിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ഭസ്മീകരണം അല്ലെങ്കിൽ ഒരു സ്ഫുടം ചെയ്യപ്പെടൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വന്ന പങ്കിലമായ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളുടെയൊക്കെ ഒരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിലാണ് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ശിരസാ വഹിച്ചു കൊണ്ടുവന്നിരുന്ന ആ നെയ്ത്തേങ്ങയെ അവിടെ അഭിഷേകം ചെയ്ത ശേഷം സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് കർപ്പൂരത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. പണ്ട് വനസ്ഥലിയായി കിടന്ന സ്ഥലത്ത്, ഏറെ നിബിഡമായി നിൽക്കുന്ന ആ വനസ്ഥലിയിൽ ഇതുപോലെ ഒരു ശുദ്ധി ക്രിയകൾ പോലെ തന്നെ ഹോമകുണ്ഡങ്ങളായിട്ട് സങ്കല്പിക്കപ്പെട്ടിരുന്ന കർപ്പൂര ദീപങ്ങൾ തെളിച്ചുകൊണ്ട് രാത്രികാലങ്ങളിലും വഴി തെളിക്കുമ്പോഴുമൊക്കെ വഴി തെളിക്കാനുള്ള സങ്കല്പം എന്നാണ് പ്രാചീന കാലങ്ങളിൽ പറഞ്ഞു വന്നിരുന്നത്. വഴി ഒരുക്കുക എന്നുള്ള സങ്കല്പം, വഴി ഒരുക്കാൻ വേണ്ടി കർപ്പൂര ദീപങ്ങൾ തെളിച്ചു വന്നിരുന്ന ഒരു രീതി. പണ്ട് ശബരിഗിരീശൻ്റെ 18-ാം പടിയിൽ ഓരോ പടിയിലും കർപ്പൂര ദീപം തെളിച്ചുകൊണ്ട് കയറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ആ പടികൾക്ക് ലോപം സംഭവിച്ചു തുടങ്ങിയപ്പോൾ അതിനെ നിയന്ത്രിതമാക്കി. ഇപ്പോൾ കാണുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒരു രീതിയാണ് തമിഴ്നാട്ടിലെ കരകത്തിന് തുല്യമായി. പാണ്ഡ്യരാജ്യത്തിൻ്റെ ഒരു ചെറിയ ഛായ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം. ഭഗവാൻ പാണ്ഡ്യരാജാവിൻ്റെ മകനാണ്.
പാണ്ഡ്യ നാടിൻ്റെ സംസ്കാരങ്ങളും അവിടെയുണ്ട്. പല സംസ്കാരങ്ങളുടെ സമന്വയ സങ്കേതമാണ് ശബരിമല. അപ്പോൾ അവർ ആരാധിക്കുന്ന രീതി ഇതുപോലെയുള്ള ദീപക്കാഴ്ചകളും വലിയ കരകങ്ങളും ചട്ടിയിൽ കയ്യിൽ പിടിച്ച് ദേവതാ സങ്കല്പവും ഒക്കെ തന്നെ അവർക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ ആഘോഷങ്ങളുടെ ഒരു ചെറിയ പകർച്ച കൂടെ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഏതായാലും കാലങ്ങളായി തന്നെ മകരവിളക്ക് ദിവസത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ തങ്കയങ്കി കൊണ്ടുവരുമ്പോഴൊക്കെ ഇതുപോലെയുള്ള വലിയ കരകങ്ങൾ വലിയ ചട്ടിയിൽ കട്ടകളായി കർപ്പൂരങ്ങൾ നിറച്ചുകൊണ്ട് അത് നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇതിന് അല്പം കൗശലത്തോടുകൂടി ചില ആൾക്കാർ പറയുന്നത് ഒന്ന് വഴിയൊരുക്കാൻ ഇതിൽ അപ്പുറം മറ്റൊരു സംവിധാനം വേണ്ടതില്ലല്ലോ, അഗ്നിയല്ലേ, അഗ്നി പോകുന്ന വഴിയൊക്കെ തെളിച്ചുകൊള്ളും, അത് ആരെയും മാറാൻ പറയണ്ട, മാറിക്കോളും തനി എന്ന് പറയുന്ന ഒരു നർമ്മ ബുദ്ധിയും അതിനകത്തുണ്ട്. പക്ഷേ അതിലുപരി ആ തണുത്ത അന്തരീക്ഷത്തെ, ശബരിമലയിൽ മിക്കവാറും തണുത്ത അന്തരീക്ഷമായിരിക്കും. ഒരു 4 മണിക്ക് ശേഷം തണുപ്പ് ആരംഭിച്ചാൽ നേരം വെളുത്ത് 8-9 മണി വരെ പുലർച്ചെ വരെ സൂര്യദേവൻ്റെ ശക്തി തെളിഞ്ഞു വരുന്നവരെ, അല്ലെങ്കിൽ മരച്ചാർത്തുകളുടെ ചില്ലകളുടെ ഇടയിൽ കൂടി വെട്ടം സൂര്യ വെളിച്ചം അല്ലെങ്കിൽ താപം ഭൂമിയിലേക്ക് പതിക്കുന്നത് വരെ ഒരു തണുത്ത അന്തരീക്ഷം. ആ തണുത്ത അന്തരീക്ഷത്തെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയും കർപ്പൂരാഴി കൂട്ടുന്നു എന്നൊരു സങ്കല്പമുണ്ട്. എന്തൊക്കെയായാലും ഒരു മഹത്തരമായ ഒരു ആഘോഷത്തിൻ്റെ പ്രതീകമായി തന്നെയാണ് കർപ്പൂരാഴി കൊണ്ടുള്ള ഈ ഒരു ആരതി, ഒരു വലിയ ആരതിയാണ്. വലിയ കാണിക്ക എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ആരതി തിരുവാഭരണ പേടകം വരുന്നതിന് മുമ്പുള്ള ഒരു അടയാളമായി കാണുന്നു. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഗ്നി മറ്റുള്ളതിനെയെല്ലാം ശുദ്ധീകരിക്കുമ്പോൾ ഒരിക്കലും അശുദ്ധിയാകാതെ വിശുദ്ധമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അഗ്നി. അതും അഗ്നിയുടെ ഒരു സവിശേഷത തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 18ാം പടിയിലേക്ക് എത്തുകയാണ്. 18ാം പടിയുടെ താഴെ വെച്ചാണ് ഭരണസമിതി അംഗങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി അംഗങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ തിരുവാഭരണം ഏറ്റുവാങ്ങുക. തിരുവാഭരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേടകങ്ങളിലായിട്ടാണ് ഉള്ളത്. ആ പേടകങ്ങൾ ഏറ്റുവാങ്ങുന്നു. തന്ത്രിയും അതോടൊപ്പം തന്നെ മേൽശാന്തിയുമെല്ലാം ഈ തിരുവാഭരണം ചാർത്തിയാണ് പിന്നീടുള്ള ദീപാരാധന എന്ന് പറയുന്നത്. ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ക്രിയ കൂടിയാണ്. ആ ദീപാരാധനയ്ക്ക് ശേഷം ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണ് പിന്നീട് ഭക്തർക്ക് കാണാൻ കഴിയുക. കാരണം സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെയാണ് പിന്നീട് ഭക്തർക്ക് ദർശിക്കാൻ കഴിയുക. സാധാരണ നിലയിൽ സന്യാസത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന അയ്യപ്പൻ ആ ഒരവസ്ഥ മാറി പൂർണ്ണമായും ഒരു രാജകുമാരനെ പോലെ പൂർണ്ണ തേജസ്സോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന അയ്യപ്പനെയാണ് ഈ ദീപാരാധനയ്ക്ക് ശേഷം സന്ദർശകർക്ക് കാണാൻ കഴിയുക. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിനെട്ടാം പടിയുടെ അടുത്തേക്ക് എത്തുകയാണ് തിരുവാഭരണ ഘോഷയാത്ര. അതിനുശേഷമാണ് ഇനി ദീപാരാധന നടക്കാനുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നു, ദീപാരാധനയ്ക്ക് സമയമാക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പൻ ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. ദീപാരാധന തുടങ്ങിയിരിക്കുന്നു. തിരുവാഭരണങ്ങളെല്ലാം ചാർത്തിക്കൊണ്ട്, ആടയാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് രാജകീയ പ്രൗഢിയോടുകൂടിയാണ് ഇനി ശബരിമല ശ്രീ അയ്യപ്പൻ പ്രേക്ഷകർക്ക് ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക. അതിനുള്ള ദീപാരാധന ചടങ്ങുകളാണ് ശ്രീകോവിലിനകത്ത് ഇപ്പോൾ നടക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തരുടെ എല്ലാം കണ്ണുകൾ ഇനി പൊന്നമ്പലമേട്ടിലേക്കാണ്. പൊന്നമ്പലമേട്ടിലാണ് മിനിറ്റുകൾക്കകം ഇത്രയും കാലം കാത്തിരുന്ന് പ്രാർത്ഥനയോടെ കാത്തിരുന്ന് നെഞ്ചുരുകി പ്രാർത്ഥിച്ചിരുന്ന ആ മകരജ്യോതി തെളിയാൻ പോകുന്നത്. അതേസമയത്ത് തന്നെ ആകാശത്ത് മകര നക്ഷത്രവും തെളിയും. മകര നക്ഷത്രം തെളിയുന്നു, അതോടൊപ്പം തന്നെ മകര ജ്യോതി തെളിയുകയും ചെയ്യുന്നു. ദീപാരാധന കഴിഞ്ഞ് അയ്യപ്പനെ കാണാനുള്ള അവസരവും കൂടി. ഇത്രയ്ക്ക് ദിവ്യമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇനി വരാനിരിക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ. ജയം രവി, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി അടക്കമുള്ള പ്രമുഖരും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ഭക്തരുമുണ്ട്. അവരെല്ലാവരും കാത്തിരിക്കുകയാണ് നട തുറക്കാനും അതോടൊപ്പം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനത്തിനുമായി. ശ്രീ
ഹരികുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ഹരികുമാർ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ മകരജ്യോതി ദർശനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പൊന്നമ്പലമേട്. ആ പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതി തെളിയാൻ പോകുന്നത്. എത്രത്തോളം ശ്രേഷ്ഠമാണ് മകരജ്യോതി ദർശനം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും 60 നാൾ നീണ്ടു നിൽക്കുന്ന ഒരു തപസ്സിൻ്റെ സാഫല്യമായിട്ടാണ് ഭക്തന്മാർ ക്ഷേത്ര ദർശനത്തിന് ഒപ്പം തന്നെയുള്ള തിരുവാഭരണം ചാർത്തി ഭഗവാനെ കാണുന്നത് പോലെ തന്നെ പുണ്യമായിട്ടാണ് മകരനക്ഷത്രത്തെയും മകരജ്യോതിയെയും കാണുന്നത്. ഇതൊരു ആഘോഷത്തിൻ്റെ, അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണം, തീർച്ചയായും ഒരു സംക്രമണമാണ്. ആ സംക്രമണത്തെയാണ് അവർ കാണുന്നത്. അതിൻ്റെ സാങ്കത്യത്തെയല്ല, അതിൻ്റെ യുക്തിയെയല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാത്തിരുന്ന ഒരു തപശ്ചര്യയുടെ ഭാഗമായി 18 മലനിരകളുടെ ഇടയിൽ നിന്ന് പൊന്നമ്പലമേടിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് ഉദിച്ചു വരുന്ന ഒരു വെട്ടത്തെ അവർ ദൈവികമായി സങ്കല്പിക്കും. പുരാതന കാലം മുതലുള്ള സങ്കല്പമാണ്. പരശുരാമനാൽ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങൾക്കൊപ്പം 108 ദേവാലയങ്ങൾക്കൊപ്പം ദേവീക്ഷേത്രങ്ങൾക്കൊപ്പം 5 അയ്യപ്പ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെടുക ഉണ്ടായിരുന്നു. ശബരിമലയാണെങ്കിലും അച്ചൻകോവിലാണെങ്കിലും ചെറുകോൽപ്പുഴയാണെങ്കിലും ആ രീതിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ശബരിമലയ്ക്കുള്ള പ്രാധാന്യം വളരെ ഉത്തുംഗമായി നിൽക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 60 നാൾ നീണ്ടു 41 വ്രതം എന്ന് നമ്മളിപ്പോൾ പറയുന്നെങ്കിലും മുൻകാലങ്ങളിൽ വൃശ്ചികമാസ ആരംഭത്തിൽ തുടങ്ങുന്ന വ്രതം അവസാനിക്കുന്നത് മകരമാസത്തിലെ മണിമണ്ഡപത്തിലെ കളമെഴുത്ത് പാട്ടും അതോടൊപ്പം തന്നെ വലിയ ഗുരുതിയും അവസാനിച്ച് നട അടയ്ക്കുമ്പോൾ മാത്രമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന തീർത്ഥാടന കാലത്തിലെ തങ്കയങ്കി ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയും ഒക്കെ ഒരു ഭക്തൻ്റെ ജീവിതക്രമങ്ങളിലെ അവരുടെ ജീവിതത്തിൻ്റെ താളങ്ങൾ നിശ്ചയിക്കുന്നതായിരുന്നു. ജീവിതത്തിൽ സഫലതയുടെ ദിവസങ്ങളാണ്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ദീപാരാധന ചാർത്തി പന്തരം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ചേരുന്ന തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ശബരീശ സന്നിധിയിൽ കാണുന്നതിനൊപ്പം തന്നെ ഇടതുഭാഗത്തേക്ക് നോക്കി പൊന്നമ്പല മേട്ടിൽ തെളിഞ്ഞു വരുന്ന മകരനക്ഷത്രത്തെയും മകരജ്യോതിയെ അവരുടെ ജീവിതത്തിലെ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ കാണുന്നതിന് തുല്യമായി അവർ സങ്കല്പിച്ചു പോന്നിരുന്നു. ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇതര സംസ്ഥാനങ്ങളായ തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ദേശങ്ങളിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ പോലീസിൻ്റെയൊക്കെ കൃത്യമായ നിരീക്ഷണത്തിൽ 3 ലക്ഷത്തോളം പേരാണ് പമ്പ കടന്ന് ശബരിമല വനമേഖലയിലേക്ക് കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ തിരുമുറ്റത്തും ശരംകുത്തിയിലും മരക്കൂട്ടത്തും ശബരിപീഠത്തും അപ്പാച്ചിമേട്ടിലും നീലിമലയിലും ഒക്കെയായി തന്നെ അവർ നിൽപ്പുണ്ടാവും. പമ്പയിൽ വളരെ കുറച്ച് പേർക്കേ നിൽക്കാനിടയുള്ളൂ. നിലയ്ക്കൽ കുറേയധികം ആൾക്കാർ കാണും. ഹിൽ ടോപ്പിൽ ആരെയും നിർത്തിയിട്ടില്ലെങ്കിലും ചാലക്കയത്ത് നിർത്തിയിട്ടുണ്ട്, അട്ടത്തോടിലുണ്ട്, പാഞ്ചാലിമേട്ടിലുണ്ട്, പരുന്തുംപാറയിലുണ്ട്, ഇലവുങ്കലുണ്ട്. അങ്ങനെ പല ഭാഗങ്ങൾ അയ്യൻമലയിലും ആങ്ങാമൊഴിയിലും നെല്ലിമലയിലും ഒക്കെ നിൽക്കുകയാണ് ആളുകൾ കാണാൻ. ഒരു ആയിരക്കണക്കിന് ആളുകൾ കൂട്ടി നിൽക്കുന്നു. നമ്മൾ കുറച്ച് മുൻപ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ അപകടമുള്ള മേഖല പുൽമേട്ടിൽ നിന്നൊക്കെ വളരെ കർശന നിയന്ത്രണമാണ്. 5000-ൽ താഴെ ആളുകളെ അവിടെ നിർത്താൻ കഴിയുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്തുണ്ടായ പ്രളയം അവിടുത്തെ വനമേഖലയിൽ തന്നെ മലകളിൽ തന്നെ ചെറിയ നീരുറവകൾ സൃഷ്ടിക്കപ്പെട്ട് മണ്ണൊലിപ്പുണ്ടായിട്ടുണ്ട്. പാറക്കൂട്ടങ്ങൾക്ക് ചെറിയ ഇളക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്നു. അപ്പോൾ കൃത്യമായ സുരക്ഷ, ഏതാണ്ട് 5000-ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും ആളുകളെ അത്രത്തോളം നിതാന്ത ജാഗ്രതയോടുകൂടി അവർ കാക്കുന്നുണ്ടാകും. അങ്ങനെ ദ്രുതകർമ്മസേനയാണെങ്കിലും ശരി, ഫയർഫോഴ്സിൻ്റെ ആളുകളാണെങ്കിലും ശരി, സംസ്ഥാന പോലീസിൻ്റെയും സായുധ പോലീസിൻ്റെയും ഒക്കെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ദുരന്ത നിവാരണ സേന വളരെ ജാഗ്രതയാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പലയിടത്തും ബാരിക്കേഡുകൾ കെട്ടിയ ആളുകളെ നിർത്തിയിട്ടുണ്ട്. മരക്കൂട്ടത്തിലൊക്കെ വലിയൊരു വിശാലമായ സ്ഥലമുണ്ടെങ്കിൽ പോലും അവിടെയും ആളുകൾക്ക് നിയന്ത്രണമാണ്. അതുപോലെ നീലിമലയിലും മരങ്ങളുടെ ഇടയിൽ കൂടി പോലും അയ്യപ്പ ജ്യോതി കാണാൻ കഴിയുന്ന, അയ്യപ്പ ജ്യോതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മകരജ്യോതിയെ തന്നെയാണ് സങ്കല്പിക്കുന്നത്. ആ ജ്യോതി കാണാൻ കഴിയുന്നത് ഒരു സഫലതയാക്കി കണ്ടുകൊണ്ട് ദർശനം കഴിഞ്ഞ് പല ഭാഗങ്ങളിലായി തമ്പടിച്ച് പർണശാലകൾ കെട്ടി വനവാസികളെപ്പോലെ കഴിയുന്ന ആൾക്കാർ 2-3 ദിവസമായി അവിടെയുണ്ട്. അപ്പോൾ അവരെല്ലാം മടങ്ങുന്നത് ഇന്നത്തെ ഈ മകരജ്യോതി ദർശനത്തിനെ തുടർന്നാണ്. മകരജ്യോതി ദർശനത്തിന് വേണ്ടി തന്നെയാണ് എല്ലാ ഭക്തരും കാത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്താണെങ്കിലും പമ്പയിലാണെങ്കിലും പുല്ലുമേടാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 ആയിരിക്കുന്നു. ഇനി ഏതാണ്ട് 22 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. 7:52 മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. അതിനു മുൻപ് ദീപാരാധന കഴിയും. ആ ദീപാരാധനയോടുകൂടി തന്നെ മകരജ്യോതി തെളിയും. 6:45 മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയും. ഇനി എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്കാണ്. ലക്ഷക്കണക്കിന് ഭക്തർ ഒരേ മനസ്സ്, ഒരേ ശരീരം, ഒരേ പ്രാർത്ഥന, ഒരേ ലക്ഷ്യവുമായി പൊന്നമ്പലമേട്ടിലേക്ക് നോക്കി നിൽക്കുന്നു. ആ പൊന്നമ്പലമേട്ടിലാണ്
മകരജ്യോതി തെളിയുക. മകരജ്യോതി തെളിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. സന്നിധാനത്ത് നിന്നാണെങ്കിലും മറ്റ് ഏത് കോണുകളിൽ നിന്നാണെങ്കിലും എല്ലായിടങ്ങളിൽ നിന്നും ഭക്തർ, അയ്യപ്പ ഭക്തർ എല്ലാം കാത്തിരിക്കുന്നത് ആ മാമലയിൽ തെളിയുന്ന ദിവ്യ ജ്യോതിസിന് വേണ്ടിയാണ്. ആ ദിവ്യ ജ്യോതിസിനെയാണ് എല്ലാ ഭക്തരും കാത്തിരിക്കുന്നത്. മാമല മേട്ടിൽ അല്പസമയത്തിനകം തന്നെ, പൊന്നമ്പല മേട്ടിൽ അല്പസമയത്തിനകം തന്നെ മകരജ്യോതി തെളിയും. അതേ സമയത്ത് തന്നെ കോവിലിനകത്ത് അയ്യപ്പനെ സർവ ആഭരണ വിഭൂഷിതനായും ഒരുക്കി അതിനുശേഷമുള്ള ദീപാരാധന നടക്കുന്നു. ആ ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്ന് പൊന്നമ്പല മേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിച്ച് പിന്നീട് അയ്യപ്പനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഒട്ടേറെയുണ്ട്. കാരണം സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ കാണാൻ കഴിയുക ഈ ഒരു വേളയിൽ മാത്രമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് ഇത്തരത്തിൽ ഉള്ള ഈ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും തുടരുകയാണ്. മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇതാ ദീപാരാധന കഴിഞ്ഞിരിക്കുന്നു. ദീപാരാധന കഴിഞ്ഞു, നട തുറന്നു. അല്പസമയത്തിനകം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. എല്ലാവരുടെയും കണ്ണ് ഇനി അങ്ങോട്ടാണ്, പൊന്നമ്പലമേട്ടിലേക്കാണ്. പൊന്നമ്പലമേട്ടിൽ നിമിഷങ്ങൾക്കുള്ളിൽ മകരജ്യോതി തെളിയും. ഇരുളും എല്ലാം അകറ്റി, എല്ലാ ദുഃഖങ്ങളും അകറ്റി മകരജ്യോതി തെളിയും.
കാത്തിരിപ്പിന് വിരാമമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ദർശന പുണ്യം നുകർന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തും പരിസരങ്ങളിലുമായി ഉള്ളത്. മകരജ്യോതി ദർശിച്ച് ഇനി സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കാണാനുള്ള തിരക്കായിരിക്കും. സന്നിധാനത്തേക്ക് അയ്യപ്പനെ കാണാനുള്ള തിരക്കാണ് ഇനി എല്ലായിടത്തും എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് വിവിധ ഇടങ്ങളിലായി സന്നിധാനത്തും പരിസരങ്ങളിലുമെല്ലാമായി നിറഞ്ഞിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ 3 തവണയാണ് ജ്യോതി തെളിഞ്ഞത്. ശ്രീ ഹരികുമാർ വാലേത്ത് നമ്മളോടൊപ്പം തുടരുന്നു. ശ്രീ ഹരികുമാർ വാലേത്ത്, 3 തവണ ജ്യോതി തെളിഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത്? ശ്രീലകത്ത് ഭഗവാനെ തിരുവാഭരണം ചാർത്തി മോക്ഷത്തിൻ്റെ ശംഖനാദം ഉയർന്ന് മണിനാദങ്ങളുടെ അകമ്പടിയോടുകൂടി, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ദീപ ആരതി കണ്ട് സായുജ്യമണഞ്ഞ് കർപ്പൂര വിഭൂതി വന്നിച്ച് നിൽക്കുന്ന ഭക്തജനങ്ങൾ തൊട്ടടുത്ത നിമിഷത്തിൽ അതിനേക്കാൾ അവർക്ക് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയിലേക്ക് പെട്ടെന്ന് തിരിയുകയാണ്. ജനസഹസ്രങ്ങളാണ് ശബരിഗിരിനാഥൻ്റെ തിരുമുറ്റത്ത് തിങ്ങിക്കൂടി നിൽക്കുന്നത്. ഇപ്പോഴും മാന്യ പ്രേക്ഷകർക്ക് കാഴ്ചയിൽ കാണാം, എത്തി കാണുകയാണ്, എത്തി നോക്കുകയാണ്. ഒരു സഫലതയാണ്. ഒരു ആണ്ട് മുഴുവൻ നീണ്ടു നിന്ന അതിൻ്റെ യുക്തിയോ അതിൻ്റെ സാങ്കത്യമോ ഒന്നുമല്ല അവിടെ വിഷയം. തങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വെട്ടം, ഇരുളിനെ അകറ്റിക്കൊണ്ടൊരു വെളിച്ചത്തിൻ്റെ കണിക മലനിരകളെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന് മുകളിലേക്ക് വരുമ്പോൾ ആകാശത്തെ പോലെ തിരുവാഭരണപ്പെട്ടി ആളുകളെ വകഞ്ഞു മാറ്റി മുൻപിലേക്ക് കടന്നു വന്ന അതേപോലെയുള്ള ഒരു ത്രസിപ്പിക്കലാണ്. ഇതുപോലെ ഇരുളിനെ ഒഴിവാക്കി 3 നിമിഷങ്ങൾ, 3 മാത്രകൾ മാത്രമേ അത് ഉയർന്നു കാണുന്നു. അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. പക്ഷെ അതൊരു ആനന്ദമാണ് പകരുന്നത്. അത് പകരുന്നത് ഒരു മോക്ഷദായകമായ ഒരു ദൃശ്യമായി അവർ കണക്കാക്കുന്നു. 33 കോടി ദേവതകൾ അവിടെ വരുന്നു എന്നുള്ള സങ്കല്പം ആചാരപരമായി വിശ്വാസികളെ സംബന്ധിച്ചതെല്ലാം വളരെയേറെ സാഫല്യം നേടുന്ന കാഴ്ചകളുടെ ഒരു വിരാമം. അത് പൂർണ്ണമായി മോക്ഷപ്രാപ്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ആ 3 പ്രാവശ്യം ഉയർന്നു വരുന്ന ആ ദീപത്തെ തുടർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്നവരവിടെയുണ്ട്, ഭജനകൾ പാടുന്നവരുണ്ട്, ഉറച്ച് ശരണം മുഴക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈ ദർശനം മാത്രകൾ മാത്രം നീണ്ടു നിൽക്കുന്നു. അല്ലാതെ ഒരു ദീപക്കാഴ്ച പോലെ മിനിറ്റുകളോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കുന്നില്ല. ആ ഒരു മാത്രകളിലേക്ക് കാണുന്ന ആ വെട്ടത്തെ മനസ്സിൽ ആവഹിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ മനസ്സിലുള്ള ഇരുട്ടിനെ അകറ്റുവാൻ വേണ്ടി ആ 3 സ്പാർക്കുകൾ, ആ 3 നേരത്തേക്കുള്ള ഒരു ചെറിയ മിന്നലാട്ടം എന്ന് വേണമെങ്കിൽ പറയാം, അത് മനസ്സിൽ ആവഹിച്ചുകൊണ്ടാണ് അവരിനി പടിയിറങ്ങുന്നത്, നാട്ടിലേക്ക് പോകുന്നത്. ആ മോക്ഷപ്രാപ്തിയാണ് ഈ വർഷത്തെ ദർശന പുണ്യം നേടി എന്നുള്ള ഒരു തൃപ്തിയോടുകൂടി പിരിയുകയാണ്. കുഞ്ഞുങ്ങളെ തോളിലേറ്റിയിരിക്കുന്നത്, വളരെ ഉയരങ്ങളിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്നവർ, ഇനിയും കാണുമോ എന്ന് പ്രതീക്ഷ, ആദ്യമായി കാണുന്നവർക്ക് വീണ്ടും പ്രതീക്ഷയാണ് ഇനിയുമുണ്ടോ. അനുഭവജ്ഞാനികളായ മുതിർന്ന സ്വാമികൾ, ഗുരുസ്വാമിമാരോടൊപ്പം വന്നിരിക്കുന്നവർ ദർശനം കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാനെ കാണാനുള്ള ഒരു നീക്കത്തിലേക്കാണ്. ശ്രീകോവിലിൻ്റെ മുൻപിൽ അഭൂതപൂർവമായ തിരക്കാണ്. ഈ കഴിഞ്ഞ 60 ദിവസങ്ങളിൽ നീണ്ടുനിന്ന ആശങ്കകൾക്കും ഒക്കെ, അല്ലെങ്കിൽ തർക്കങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഒക്കെ ഒരു വിരാമമെന്ന വണ്ണം അതങ്ങനെ തന്നെയാണ്. ഈശ്വര സങ്കല്പത്തിൽ തീർച്ചയായും ഭക്തിക്ക് തന്നെയാണ് പ്രാധാന്യം. ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് ഭക്തി തന്നെയാണ്, പ്രതിരോധമല്ല, അവിടെ തർക്കങ്ങളല്ല. തീർച്ചയായും ഒരു സമന്വയം, ഭക്തിയുടെയും പ്രാർത്ഥനകളുടെയും ഒരു സമന്വയം. ഓരോ ഭക്തൻ്റെയും മുഖത്ത് തെളിയുന്നത് ഒരു സാക്ഷാത്കാരത്തിൻ്റെ ഭാഗം. വളരെ കൃത്യമായി ഭക്തജനങ്ങളെ ഇനിയാണ് ഒരു മിനിറ്റിൽ സാധാരണ 60-70 പേരെ കടത്തിവിട്ടിരുന്ന 18-ാം പടിയിൽ 90 പേരെ 100 പേരെ വരെ കടത്തിവിടേണ്ടി വരും. അത്ര ഗതിവേഗത്തിലാണ് ഇനി ഭക്തജനങ്ങളെ അവിടെ കടത്തിവിടുന്നത്. ഇത്രയും ആൾക്കാർ ദർശനം നേടിയെടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ നിയതമായി സേനാ വിഭാഗങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് ഇത്രയും ആളുകൾക്ക് ഈ ഭഗവാൻ തിരുവാഭരണ വിഭൂഷിതനായി ചാർത്തിയിരിക്കുന്ന വിഗ്രഹവും കാണേണ്ടതുണ്ട്, ആ രൂപവും കാണേണ്ടതുണ്ട്, ഒരു രാജകുമാരൻ്റെ രൂപത്തിൽ കാണേണ്ടതുണ്ട്, യോദ്ധാവിൻ്റെ ഭാവത്തിൽ കാണേണ്ടതുണ്ട്, ശൗര്യഭാവത്തോടു കൂടിയുള്ള ശ്മശ്രുക്കളോടുകൂടിയുള്ള ദൃഢ ദൃഷ്ടിയോടുകൂടി. മറ്റേത് താപസ നിദ്രയാണ്. അർദ്ധനിമീലിതമായ കണ്ണുകളോടുകൂടി ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രാങ്കിതമായ കൈകളോടുകൂടിയിരിക്കുന്ന ശാന്ത സ്വഭാവിയായ ഭസ്മ വിഭൂതിഭൂഷിതനായ അയ്യപ്പനെയാണ് കണ്ടത്. ഇതങ്ങനല്ല. ഇന്ദ്രനീല കല്ല് ചാർത്തിയ നെറ്റിത്തടത്തിൽ ജ്വലിക്കുന്ന ഒരു തിലകം പോലെ നിൽക്കുന്നു. കണ്ണുകളിൽ വളരെ ശൗര്യം നിലനിൽക്കുന്നു. മുഖത്ത് ഉഗ്രശ്മശ്രുക്കൾ ഗൗരവഭാവം പൂണ്ടു നിൽക്കുന്നു. അങ്ങനെയുള്ള അയ്യപ്പനെയാണ് ഇനി കാണാൻ പോകുന്നത്.
ശ്രീ ഹരികുമാർ വാലത്താണ് നമ്മളോടൊപ്പം തുടരുന്നത്. മാളികപ്പുറത്ത് മാത്രമല്ല, പൂങ്കാവനമാകെ ഭക്തിസാന്ദ്രമാണ് ഈ നിമിഷം എന്ന് പറയുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ആ ദർശന പുണ്യം ലക്ഷക്കണക്കിന് ഭക്തരാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇനി അയ്യപ്പനെ കണ്ട് തൊഴുത് ആണ് എല്ലാവരും തന്നെ മടങ്ങുക എന്ന് പറയുന്നത്. തിരുവാഭരണം ചാർത്തി മകരസംക്രമ സന്ധിയിൽ ദീപാരാധന നടന്നു. അതിനും നിരവധി അയ്യപ്പ ഭക്തർ സാക്ഷികളായി. ഇനി സർവാഭരണങ്ങളും അണിഞ്ഞിട്ടുള്ള അയ്യപ്പനെയാണ് എല്ലാവരും തന്നെ കാണുക. അത് കണ്ടതിന് ശേഷമാണ് മടങ്ങുക. ശ്രീ ഹരികുമാർ വാലത്ത്, ഇപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി മകരസംക്രമ പൂജയാണ്. നേരത്തെ തുടക്കത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മകര രാശിയിലേക്കുള്ള പ്രയാണം, എന്താണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയാവുന്നത്? അതോടൊപ്പം തന്നെ ഇനി ശേഷിക്കുന്ന മറ്റ് ചടങ്ങുകൾ, ഇന്നും നാളെയുമൊക്കെയായി ശേഷിക്കുന്ന മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയാണ്? ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കുള്ള ഒരു പ്രയാണം ഇന്ന് 7:52 എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 7:52 തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ, തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ ഒരു പാരമ്പര്യ ചടങ്ങുകളുടെ ഒരു നിവർത്തനമാണ്. അതൊരു കീഴ്വഴക്കമാണ്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പ മുദ്രകൾ അവിടെ കൃത്യമായി വ്രതമെടുത്ത് ദൂതൻ വശം, അവിടുത്തെ ഒരു ഇളയ കുമാരൻ, രാജവംശത്തിലെ ഒരു ചെറിയ കുട്ടിയെ കൂടെ കൂട്ടി ആണ് ഇത് ഇവിടെ എത്തിക്കാറുള്ളത്. അങ്ങനെ എത്തിച്ചിരിക്കുന്ന ആ മുദ്രയിൽ നിന്നെടുക്കുന്ന നെയ്യ്, ആ നറുനെയ്യാണ് ശബരീശനെ ചാർത്തി ഇനി തിരുവാഭരണം ആ സമയത്തേക്ക് ഒഴിവാക്കിയെടുക്കും. തിരുവാഭരണം ഒഴിവാക്കി വിഗ്രഹത്തിൽ വീണ്ടും നെയ്യഭിഷേകം ആരംഭിക്കും. ഇന്ന് രാത്രിയിൽ ആദ്യമായി അഭിഷേകം ചെയ്യപ്പെടുന്നത് കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിട്ട ആ നെയ്യാണ്. ആ നെയ്യ് അഭിഷേകം നടന്നതിന് ശേഷം വീണ്ടും തിരുവാഭരണം കണ്ട് രാത്രി 11 മണിയോടുകൂടി നട അടയ്ക്കുന്നത് വരെ ദർശനം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം പ്രത്യേകതകളുള്ള ധാരാളം പൂജകളുണ്ട്. മണിമണ്ഡപത്തിൽ ഭഗവാന്റെ പിൻഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്ന മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്ര ഭാഗത്താണ് മണിമണ്ഡപം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊരു സങ്കല്പം, ഭഗവാൻ വിജയശ്രീലാളിതനായി വന്ന് വിശ്രമിച്ചു, മഹിഷി നിഗ്രഹത്തിന് ശേഷം വന്ന് അവിടെ വിശ്രമിച്ചു എന്നാണ് മണിമണ്ഡപത്തെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ മണിമണ്ഡപത്തിൽ ഇന്ന് രാത്രി മുതൽ കളമെഴുത്ത് തുടങ്ങുകയാണ്. കളമെഴുത്തിന് പ്രത്യേക കുറുപ്പന്മാർക്ക് ചുമതലകളുണ്ട്. ശ്രീ ഹരികുമാർ വാലത്ത് ദയവായി തുടരുക. സന്നിധാനത്തു നിന്നും ആർ കിരൺ ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കിരൺ ബാബു, സന്നിധാനത്തു നിന്നും എത്രത്തോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അയ്യപ്പ ഭക്തർ മകരജ്യോതി ദർശിച്ചത്? സുരേഷ്, ഭക്തരാകെ ദർശന സായുജ്യത്തിലാണ്. ഇവിടെ എല്ലാവരും കാത്തിരുന്നത് മകരജ്യോതി ദർശനത്തിന് വേണ്ടിയാണ്. അവർക്കെല്ലാവർക്കും ശാന്തമായും സമാധാനമായും മനസ്സ് നിറച്ച് ഈ ദർശനം സാധ്യമായിരിക്കുന്നു. അതിൻ്റെ വലിയ സംതൃപ്തിയിലാണ് ഇന്ന് ഇവരോരോരുത്തരും മലയിറങ്ങുന്നത്. ഇനിയിപ്പോൾ മുതൽ തന്നെ അയ്യപ്പന്മാർ മലയിറങ്ങി തുടങ്ങും. ഇതിനുവേണ്ടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവരോരുത്തരും കാത്തുനിന്നത്. ഈ കാത്തുനിന്ന അയ്യപ്പന്മാരെല്ലാം ഇനി മലയിറങ്ങി പതിയെ താഴേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇനിയും ചടങ്ങുകൾ പക്ഷേ ഇവിടെ ഇനിയും പൂർത്തീകരിക്കാറുണ്ട്. ഇനി മകരസംക്രമ പൂജയുണ്ട്. മകരസംക്രമ പൂജ 7:52 നടക്കുന്നത്. ഈ സമയത്തേക്ക് വീണ്ടും ഭഗവാന്റെ ഈ തങ്ക അങ്കികളെല്ലാം ഊരി മാറ്റും. അതിനുശേഷം അതിനുശേഷമാണ് പൂജ നടക്കുന്നത്. ഈ പൂജയ്ക്ക് ശേഷം വീണ്ടും സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ഭക്തർക്ക് അവസരം ഉണ്ടാവും. ഇപ്പോൾ കാത്തു നിന്ന മഹാഭൂരിപക്ഷം പേരും അതിനു മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ മലയിറങ്ങി തുടങ്ങി. ഇത് കാണുക, അതിന് തൊട്ടു പിന്നാലെ വലിയൊരു നദി ഒഴുകുന്ന പോലെയാണ് തിരിച്ചുള്ള ഒഴുക്ക് ആരംഭിക്കുന്നത്. താഴേക്ക് അങ്ങനെ ഒരു ഒഴുക്ക് ആരംഭിക്കുന്നത്. പെട്ടെന്ന് എല്ലാവരും ഈ ഒരു മകരജ്യോതിക്ക് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ ഒരേ നിൽക്കുകയാണ്. ആ നിൽപ്പിൻ്റെ ഒടുവിൽ ചരണം വീടുകൾക്ക് നടുവിൽ ഈ ജ്യോതി കാണുക. ജ്യോതി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പുഴ ഒഴുകുന്ന പോലെ ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് താഴേക്ക്. ഇനി കുറച്ചു പേർ മാത്രമാണ് ഇനിയുള്ള പൂജകൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഇനിയും ചില പ്രധാന പൂജകൾ കൂടിയുണ്ട്. മാളികപ്പുറത്ത് അമ്മയെ എഴുന്നള്ളിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് വരും. ഈ ഐതിഹ്യം അനുസരിച്ച് ഏതെങ്കിലും കന്യ അയ്യപ്പൻ വരാത്ത വർഷം മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ മാളികപ്പുറത്തമ്മ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ ശാന്തിക്കാരൻ പറയും, പുതിയ കന്യ അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ എന്ന് പോയി അന്വേഷിച്ചു വരാൻ പറയും. അതിനുശേഷം ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങും. സാധാരണ ശരംകുത്തിയിലാണ് കന്യയപ്പന്മാർ വരുമ്പോൾ ശരം കുത്തുന്നത്. എന്നാൽ 18-ാം പടിയുടെ താഴെ എത്തുമ്പോൾ തന്നെ, ഘോഷയാത്ര താഴെ എത്തുമ്പോൾ തന്നെ മാളികപ്പുറത്തമ്മ അറിയുകയാണ്, ശരംകുത്തിയിൽ ഒരുപാട് അയ്യപ്പന്മാർ വന്നിട്ടുണ്ട്, പുതിയ കന്യയപ്പന്മാർ എത്തിയിട്ടുണ്ട്. അതിനുശേഷം താളങ്ങളും മേളങ്ങളും എല്ലാം ഒഴിവാക്കി മ്ലാനവതയായി
മാളികപ്പുറത്തമ്മ മടങ്ങിപ്പോകുമെന്നാണ്, അതാണ് ഒരു വിശ്വാസം. ആ ഒരു ചടങ്ങ് കൂടി ഇനിയും ബാക്കിയുണ്ട്. ഈ മകര സംക്രമ പൂജയ്ക്ക് ശേഷം വീണ്ടും തങ്കയങ്കി അയ്യപ്പനെ ചാർത്തും. അതിനുശേഷം വീണ്ടും സാധാരണ പോലെ രാത്രി 11 മണി വരെ കാണാനുള്ള അവസരം ഭക്തർക്കുണ്ട്. ഈ കാത്തു നിൽക്കുന്ന ക്യൂ കോംപ്ലക്സിന് പുറത്ത് കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട്. ഈ മകരജ്യോതി കണ്ടതിന് ശേഷം അയ്യപ്പനെ കാണാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. അവരാണ് ഇനി പ്രധാനമായും ആ സമയത്ത് എത്തുക. കിരൺ ബാബുവാണ് സന്നിധാനത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ശ്രീ ഹരികുമാർ വാലത്ത് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇടവേളയിലേക്ക്. പുണ്യദർശനത്തിന്റെ നിർവൃതിയിലാണ് സന്നിധാനത്തും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ. പലരും മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ഒരു പുഴ താഴേക്ക് ഒഴുകുന്നത് പോലെയാണ് മലമുകളിൽ നിന്നും അയ്യപ്പ ഭക്തരുടെ താഴേക്കുള്ള ഇനിയുള്ള പ്രയാണം എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി മകരസംക്രമ പൂജയ്ക്കും ഇപ്പോൾ അയ്യപ്പനെ ദർശിക്കാനുമായി തങ്ങുന്ന നിരവധി പേരുണ്ട്. അവരുടെ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ശ്രീ ഹരികുമാർ വാലത്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ഹരികുമാർ വാലത്ത്, മകരജ്യോതി ദർശനം കഴിഞ്ഞിരിക്കുന്നു, അതോടൊപ്പം തന്നെ ദീപാരാധനയും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ മകരസംക്രമ പൂജയും പൂർണ്ണമാകും. പിന്നീട് എന്തൊക്കെ ചടങ്ങുകളാണ് ശേഷിക്കുന്നത്? ശബരീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിൽപ്പെട്ട ആഘോഷങ്ങളിൽപ്പെട്ട മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിലേക്കൊക്കെ തന്നെ എത്തിയെന്ന് പറയാം. പക്ഷെ അതോടനുബന്ധമായി തന്നെ നിരവധി പൂജകളും ആചാരങ്ങളും ശബരിമലയിൽ നിലനിൽക്കുന്നു. മണിമണ്ഡപത്തിൽ കളമെഴുത്ത് എന്നുള്ളൊരു പ്രത്യേകതയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്ത്. അതിന് കളമെഴുതുന്ന കുറുപ്പന്മാർ ഓരോ സമുദായങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ബാലശാസ്താവിൻ്റെ കളമാണ് മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ എഴുതുന്നത്. തൊട്ടടുത്ത ദിവസം വില്ലാളി വീരനായ അയ്യപ്പൻ്റെ കളം എഴുതും. 16-ാം തീയതി നടക്കുന്നത് രാജകുമാരനായ ശാസ്താവിൻ്റെയാണ്. 17-ാം തീയതി പുലിവാഹനനായ അയ്യപ്പൻ്റെ രൂപം എഴുതും. 18-ാം തീയതി ഇന്ന് നമ്മൾ കാണുന്ന തിരുവാഭരണ വിഭൂഷിതനായ മണികണ്ഠരസ്വാമിയുടെ രൂപം അവിടെ കളമെഴുതുകയാണ്. വളരെ പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായി ഭക്തി നിർഭരമായ ഒരു കളമെഴുത്ത് രീതി. ഇത് പാരമ്പര്യ അവകാശികളായ റാന്നി കുന്നക്കോട് ജയകുമാർ, അജിത് കുമാർ, രതീഷ് കുമാർ എന്നിവർ ചേർന്നുള്ള ആ ഒരു സ്ഥാനികൾക്കാണ് ഇതിനുള്ള ഒരു അനുവാദം നൽകിയിരിക്കുന്നത്. ഈ കളമെഴുത്തിന് ശേഷം അതോടൊപ്പം തന്നെ നടക്കുന്ന മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? മാളികപ്പുറത്തമ്മ മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളുകയാണ്. ഈ മഹോത്സവം കഴിയുമ്പോൾ ഒരു സങ്കല്പമാണ്. തൻ്റെ വിവാഹം നടക്കും. ഒരു ഉത്സവം നടക്കുമ്പോൾ അതിനനുബന്ധമായി പിന്നീട് തൻ്റെ സ്വയംവരമുണ്ടാകും. തനിക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ബാന്ധവം അല്ലെങ്കിൽ എൻ്റെ ബന്ധം നടക്കും, എന്നെ സ്വീകരിക്കും എന്നുള്ളതാണ് സങ്കല്പം. വളരെ ആഘോഷപൂർവ്വമായാണ് ശരംകുത്തിയാലിലേക്ക് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പ്. മറ്റൊന്നുമല്ല, അവിടെ ഒരു പുതിയ കന്യായ്യപ്പൻ പോലും വന്നിട്ടില്ല എങ്കിൽ മാളികപ്പുറത്തമ്മയെ ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ പത്നിയാക്കിക്കൊള്ളാം എന്ന് അയ്യപ്പൻ വാക്ക് കൊടുത്തിരുന്നു എന്നൊരു സങ്കല്പം. വളരെ വാദ്യഘോഷങ്ങളോടുകൂടി, ആഭരണങ്ങളോടുകൂടി, അതല്ലെങ്കിൽ തീവട്ടിയും വിളക്കുമൊക്കെ ആയിട്ടാണ് മാളികപ്പുറത്തേക്കുള്ള ഒരു ജീവിത ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പാണ്. 17-ാം തീയതി വരെ 17-18 വരെ ശരംകുത്തിയിലേക്ക് പോകും. പക്ഷേ വളരെ ദുഃഖസൂചകമായി നമുക്ക് കാണാൻ കഴിയുന്നത് 18-ാം തീയതി വൈകുന്നേരം പോകുന്ന ആ മാളികപ്പുറം എഴുന്നള്ളിപ്പ്, തിരിച്ചുള്ള യാത്ര വാദ്യങ്ങളില്ലാതെ വിളക്കുകളെല്ലാം അണച്ച് ശോകമുഖമായ ഒരു മടക്കയാത്ര. നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മുടെ നിത്യ ജനത അനുവർത്തിക്കുന്നത് പോലെയുള്ള ചില ചടങ്ങുകൾ അവിടെ അപ്പോഴും കന്യായ്യപ്പന്മാർ ശരംകുത്തിയിൽ ശരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഉദയനനെ, വനം കൊള്ളക്കാരനായ ഉദയനെ നിഗ്രഹിച്ച ശേഷം അയ്യപ്പനും സംഘവും തങ്ങളുടെ ആയുധങ്ങൾ, പടച്ചട്ടകൾ ഉപേക്ഷിച്ചു പോയ സ്ഥലമാണ് ശരംകുത്തി. അതിന് ഒരു സങ്കല്പികമായിട്ടാണ് ഓരോരുത്തരും വരുമ്പോൾ ശരങ്ങളെ അവിടെ നിക്ഷേപിച്ചിട്ട് പോരുന്ന ഒരു രീതി. അപ്പോൾ ആ ഒരു രീതിക്ക് തുല്യമായി ഇപ്പോഴും വീണ്ടും അവിടെ വരുമ്പോൾ കന്യായ്യപ്പന്മാർ ശരം അവിടെ തറച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ വിവാഹം നടക്കുകയില്ല എന്നുള്ള സങ്കടത്തോടു കൂടിയുള്ള ഒരു മടക്കയാത്രയാണ് ഈ ശരംകുത്തിയിലെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. ഏതായാലും മനസ്സിലും നാവിലും ശരണമന്ത്രങ്ങളുമായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ദർശന പുണ്യം നേടിയിരിക്കുകയാണ്.
കാത്തിരിപ്പിന് വിരാമമായി. പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരജ്യോതി തെളിഞ്ഞു. അതിൻ്റെ ദർശന പുണ്യം, അതോടൊപ്പം തന്നെ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള സ്വാമി അയ്യപ്പനെ കണ്ട് മടങ്ങുകയാണ് ഇനി ഭക്തലക്ഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ദർശന പുണ്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് ഇനിയുള്ള ഒരു വർഷം അടുത്ത ദർശനത്തിനുള്ള കാത്തിരിപ്പായിരിക്കും അയ്യപ്പ ഭക്തന്മാർ. ഏതായാലും മനുഷ്യനും പ്രകൃതിയും കലുഷിതമാക്കിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കഴിഞ്ഞു പോയത്. ഇനിയുള്ള അടുത്ത മകരജ്യോതി ദർശനത്തിനുള്ള കാത്തിരിപ്പ് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും കാത്തിരിപ്പാണ്. പുണ്യദർശനം പൂർണ്ണമാകുകയാണ്. ഈ പരിപാടി പൂർണ്ണമാകുന്നു. ശ്രീ ഹരികുമാർ വാലത്ത് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ശ്രീ ഹരികുമാർ വാലത്ത് വളരെയധികം നന്ദി.